Hi all, it's me Vinesh. Welcome back to my channel. ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ നടികർ. ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ, റിട്ടൺ ബൈ സുവിൻ സോമശേഖരൻ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനീസ് ഗോഡ് സ്പീഡ് സിനിമ ആൻഡ് മൈത്രി മൂവീസ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. ഡേവിഡ് പടിക്കലായി ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നു. ടൊവിനോ തോമസ്, ബാലു വർഗീസ്, സൗബിൻ സാഹിർ, സുരേഷ് കൃഷ്ണ എന്നിവരാണ് ഈ പടത്തിലുടനീളം കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഒരുപാട് നടന്മാർ വന്നു പോകുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ, ഗണപതി, മണിക്കുട്ടൻ, മേജർ രവി, ഇന്ദ്രൻസ് എന്നിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ വന്നു പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ സലീം കുമാറിൻ്റെ മകൻ ചന്തു ഇതിൽ നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഭാവനയ്ക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല. ഭാവനയുടെ കഥാപാത്രം ഒരു സാധാരണ നോർമൽ കഥാപാത്രം, ഒരു ആക്ട്രസ് ആയിട്ടുള്ള നോർമൽ കഥാപാത്രത്തിൽ തന്നെയാണ് ഭാവന വരുന്നത്. ഭാവനയ്ക്കൊന്നും കൂടുതലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല, കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടൊവിനോ തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൊവിനോ തോമസ് വളരെ ഭംഗിയായിട്ട് ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡേവിഡ് പടിക്കൽ എന്ന സൂപ്പർ സ്റ്റാറിനെയാണ് ടൊവിനോ തോമസ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ടൊവിനോ ഡേവിഡ് പടിക്കൽ എന്ന സൂപ്പർ സ്റ്റാറായും ഡേവിഡ് പടിക്കൽ എന്ന വ്യക്തിയായും ആ രണ്ട് രീതിയിലുള്ള പെർഫോമൻസിലും ടൊവിനോ വളരെ ഭംഗിയായി ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ടൊവിനോയുടെ കോസ്റ്റ്യൂം നല്ല അടിപൊളി സൂപ്പർ കോസ്റ്റ്യൂമാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ടൊവിനോനെ ഇതിന് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊവിനോന്റെ അഭിനയം കൊള്ളാം. പിന്നെ സൗബിൻ സാഹിർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗബിന് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു കഥാപാത്രം ആയിട്ടാണ് സൗബിൻ ഇതിൽ വന്നു പോകുന്നത്. സ്ക്രീൻ സ്പേസ് ഉണ്ടെങ്കിൽ കൂടെ, അതായത് നമ്മുടെ സൗബിൻ്റെ ഒക്കെ ആക്ടിങ് ലെവൽ നമുക്കറിയാം, പക്ഷെ അത് അത്രയ്ക്കൊന്നും സൗബിന് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. ആ ഒരു കഥാപാത്രത്തിന് അത്രയേ ഉള്ളൂ, അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോമഡി, നല്ല ടൈമിങ്ങിലായിട്ടുള്ള കോമഡി കാര്യങ്ങളൊക്കെ, പിന്നെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാം നല്ല സൂപ്പറായിട്ട് സുരേഷ് കൃഷ്ണ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ പടത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പടം സിനിമയ്ക്കുള്ളിലെ സിനിമ സംസാരിക്കുന്ന ഒരു പടമാണല്ലോ. അപ്പോൾ ഒരു സിനിമയിൽ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അത് ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അതിലൊന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പടത്തിൽ ഇപ്പം ചില പടത്തിൽ നല്ല വില്ലന്മാർ, നല്ല ആൻറ്റി ഹീറോസ്, അവരെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചില പടം നമ്മളെ വല്ലാതെ ആകർഷിച്ച് പിടിച്ചിരുത്തും. അല്ലെങ്കിൽ ഇപ്പം മെയിൻ നടന്മാരെ ഹീറോസിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവരെ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്കോ ഡെപ്ത് ആയിട്ടുള്ള ലേയേഴ്സ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ രീതിക്കും നമ്മുടെ പ്രേക്ഷകരെ സിനിമയായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ഒരു കണക്ട് ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ആ സിനിമയുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമില്ല. ഒരു പടം അങ്ങനെ ഫ്ലാറ്റായിട്ട് അങ്ങനെ പോകുന്നു എന്നല്ലാതെ പ്രേക്ഷകരെ കൂടെ കൊണ്ടുപോകാൻ പടത്തിന് പറ്റിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഈ വന്ന ഹൈപ്പ് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പടത്തിലില്ല. ക്ലൈമാക്സിൽ വരുന്ന ആ സീനും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ഷോർട്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും. ചെറിയൊരു ലാഗൊക്കെ അടിക്കുക ആ സമയത്ത്. പടം ഒരു പ്രെഡിക്റ്റബിൾ ആണ്. നമുക്ക് പടം കാണുമ്പം, പടം തുടങ്ങുമ്പോൾ നമുക്കറിയാം പടം ഈ രീതിയിലാണ് കാര്യങ്ങൾ അവസാനിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം മനസ്സിലാവും. വലിയൊരു ഓളം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു നോർമൽ സാധാ ആവറേജ് പടം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ വിനീഷ് സൈനിങ് ഓഫ്.